ഇന്ത്യൻ കമ്മ്യൂണിസം ഇന്ത്യ വിരുദ്ധമാണോ എന്ന് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്വീകരിക്കുന്നത്. ചൈന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലാണ്, കൊറിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ്, ക്യൂബ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ്. എന്നാൽ ചൈനയിലെ അഥവാ കൊറിയയിലെ അല്ലെങ്കിൽ ക്യൂബയിലെ ഭരണാധികാരികൾ ആരും അവർക്ക് അസുഖം വരുമ്പോൾ അവരുടെ വർഗശത്രുവായ ആഗോള ഒന്നാം നമ്പർ ശത്രുവായ അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോകാറില്ല. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നുള്ളത് ഒരു കാലത്ത് ലോകത്തിന്റെ 1/3 കമ്മ്യൂണിസം കീഴടക്കുകയും 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസം അധികാരത്തിൽ വരികയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് വിരലിലെണ്ണാവുന്ന 3 രാജ്യങ്ങളിൽ മാത്രമായി അത് ചുരുങ്ങി. അതിന് പുറത്ത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും കാണുന്നില്ല. അതായത് നിരന്തരമായി അമേരിക്കൻ ചങ്ങാത്തം, മുതലാളിത്ത രാജ്യങ്ങളുമായി ബന്ധം, അങ്ങനെയുള്ള ഒരു ശൈലി ഒരിക്കലും ചൈനയോ ക്യൂബയോ കൊറിയയോ സ്വീകരിക്കാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ പിണറായി വിജയന്റെ അമേരിക്കൻ യാത്ര. കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജ് 68 വർഷം പഴക്കമുള്ള കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. നിപ്പ വീണ്ടും കേരളത്തിൽ തലപൊക്കിയിരിക്കുന്നു. അതുപോലെ മെഡിക്കൽ മേഖലയിലെല്ലാം കുത്തഴിഞ്ഞു കിടക്കുന്നു. 1200 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അനുവദിച്ചത് എങ്കിൽ പോലും അതിന്റെ 37% മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് വിനിയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം തുകയും, കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുകയിലെ മഹാഭൂരിപക്ഷം തുകയും യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ കേരളവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ബന്ധമല്ലാതെ ആത്മാർത്ഥമായ ഒരു സമീപനമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇത്? ഇനി അവർ പറയുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിബദ്ധത നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ നേതാക്കന്മാർക്കോ ഉണ്ട് എങ്കിൽ ഇവരെന്തിനാണ് കമ്മ്യൂണിസത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള അമേരിക്കയിലേക്ക് നിരന്തരമായ ഇത്തരം യാത്രകൾ നടത്തുന്നത്? പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യമാണ്, രോഗങ്ങളുണ്ട്, ജീവിച്ചിരിക്കാൻ യാതൊരു മാർഗവുമില്ല, അതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുന്നു എന്നാണ്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ പിണറായി വിജയന് യാതൊരു അസുഖവും ഇല്ല. ഉണ്ടെങ്കിൽ കേരളം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കില്ല, അമേരിക്കയിലേക്കും ദുബായിലേക്കും യാത്ര നടത്തുകയില്ല, കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയില്ല, മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറി നിൽക്കുന്ന പോലുമില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പിണറായി വിജയൻ പൂർണ്ണ ആരോഗ്യവാനാണ്. പിന്നെ അനാരോഗ്യത്തിന്റെ പേരും പറഞ്ഞ് അമേരിക്കയിലേക്കുള്ള ഈ അടിക്കടിയുള്ള യാത്രയുടെ പിന്നിൽ മറ്റെന്തോ ഇല്ലേ എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാര് അമേരിക്കയ്ക്ക് പോകുന്നത് പോലെയല്ല പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോവുക. പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുന്ന വഴിയും വരുന്ന വഴിയും ദുബായിൽ ഇറങ്ങിയേ പറ്റൂ, ദുബായിൽ ഏതാനും ദിവസം ചെലവഴിച്ചേ പറ്റൂ. ഇത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ്? അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലും ദുബായിലും, അതായത് മുതലാളിത്തം, മുന്തിയ മുതലാളിത്തം, ആ രീതിയിൽ മാർക്കറ്റിന്റെ സർവാധിപത്യം നടക്കുന്ന ഈ 2 രാജ്യങ്ങളിലേക്കും നിരന്തരമായി തീർത്ഥാടനം നടത്തുന്നതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത്? ഇത് ശരിക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, അദ്ദേഹം പൊതുഖജനാവിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൊതുജനങ്ങൾക്ക് ഇതറിയാൻ അവകാശമുണ്ട്. കേവലം ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആരോപണം മാത്രമല്ല, അവകാശമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല? കേന്ദ്രത്തിലെ പല മന്ത്രിമാരും അസുഖം വരികയും അതിനെ തുടർന്ന് മരിക്കുകയും വരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അസുഖം എന്താണ് എന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു, മരണകാരണം എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു, അവരുടെ ചികിത്സ എന്തിനായിരുന്നു എന്ന് അവർ പരസ്യമായി പറഞ്ഞിരുന്നു. അവർ ചികിത്സിച്ച കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ പിണറായി വിജയന്റെ രോഗം എന്താണ്? ആ രോഗത്തിന് വേണ്ട ചികിത്സ എന്താണ്? ഈ രോഗം ശരിക്കും ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ? ഇപ്പോൾ ഈ ചികിത്സ കൊടുത്തില്ലെങ്കിൽ പിണറായി വിജയൻ പെട്ടെന്നങ്ങ് മരിച്ചു പോകുമോ? ഇതൊന്നും ആർക്കും അറിയില്ല. ആരും അന്വേഷിച്ചാൽ പിടികിട്ടുന്നുമില്ല. കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾക്കൊന്നും ഈ ഒരു കാര്യം പിണറായി വിജയനോട് ചോദിക്കാനുള്ള
നട്ടെല്ലും നെഞ്ചുറപ്പും ഇല്ല. അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആശ്രിതരായി നിൽക്കുന്ന ഏതാനും ചില ഇറാൻ മൂളികൾ, അത്രയേ ഉള്ളൂ കേരളത്തിലെ ഈ പറയുന്ന മീഡിയ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ രോഗമില്ലാത്ത പിണറായി രോഗിയായി മാറുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യം തീർച്ചയായിട്ടും മലയാളിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ കമ്മ്യൂണിസത്തിന് ഇന്ത്യയോട് കൂറുണ്ടോ എന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ നിങ്ങൾ കേട്ട് കാണും, ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്ളോഗർ. ആ വ്ളോഗർ കേരള സർക്കാരിൻ്റെ പണം പറ്റിക്കൊണ്ട് പല യാത്രകളും നടത്തി. കേരളത്തിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരെയും കൊണ്ടു നടന്നു. എന്തിനാണ്? കേരളത്തെ ഹൈലൈറ്റ് ചെയ്യാൻ എന്നാണ് ഇവിടുത്തെ ടൂറിസം മന്ത്രി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അവർ ഒരു സ്പൈ ആണ്, പാകിസ്ഥാന്റെ ചാര വനിതയാണോ എന്ന് സംശയിക്കപ്പെടുന്നു. ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിരീക്ഷണത്തിൽ അവരെ വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വനിതയുമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം എന്തിന്റെ ലക്ഷണമാണ്? അതായത് ഇന്ത്യ വിരുദ്ധമായ നിലപാട് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ യഥാർത്ഥത്തിൽ നാം പഠിക്കേണ്ട സമയമായിട്ടില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഉള്ള ഇമ്മ്യൂണിറ്റി അത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ PFIയെ നിരോധിച്ചു, SDPIയെ നിരോധിച്ചില്ല. എല്ലാവർക്കും അറിയാം PFIയുടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭാഗമാണ് SDPI എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി. പക്ഷെ നിയമപ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ നിരവധി നൂലാമാലകൾ കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് PFI നിരോധിക്കപ്പെട്ടപ്പോഴും SDPI നിരോധിക്കപ്പെട്ടില്ല. ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെ നേതാക്കന്മാർക്ക് ആ ഒരു പരിച ഉപയോഗിച്ചുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി ഇഷ്ടം പോലെ ആസ്വദിക്കാൻ സാധിക്കും. അതിൻ്റെ മറവിലാണ് കേരള ഖജനാവിനെ കൊള്ളയടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഈ വിദേശ യാത്രകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്തിനാണ് വിദേശത്ത് പോകുന്നത്, ഏതൊക്കെ രാജ്യങ്ങൾ എന്തിനാണ് സന്ദർശിക്കുന്നത്, ഇതൊക്കെ ഒരുപക്ഷെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമില്ലേ? അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് പാർട്ടിയും പാർട്ടി നേതാവും ഒഴിഞ്ഞു മാറുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് എങ്കിൽ അസുഖം വരുമ്പോൾ പോകേണ്ടത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്കല്ലേ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൊറിയയിലേക്കല്ലേ, ഇനി അതുമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലേക്കല്ലേ? ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടായല്ലോ ഈ പറഞ്ഞ കോവിഡ് വന്ന സമയത്ത്. ഇപ്പൊ നിപ്പയുടെ ഒരു ടെസ്റ്റിംഗ് ലാബ് പോലും കേരളത്തിൽ തുറക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായിട്ട് ഇവർ നിൽക്കുന്നുവെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അസുഖം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്കല്ലേ പോകേണ്ടത്? ഇനി കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് അതിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചൈനയിലെ, കൊറിയയിലെ, ക്യൂബയിലെ നേതാക്കന്മാർ അവരാരും അമേരിക്കയിൽ പോയി ജീവൻ രക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവരാരും മരിച്ചു വീഴുന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഇല്ലേ? തീർച്ചയായിട്ടും കേരളം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചോദിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ സ്വന്തം മുഖ്യമന്ത്രിയുടെ രോഗം എന്താണ് എന്ന് അന്വേഷിക്കണം. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശത്രുവായിട്ടുള്ള, ലോകത്തെ കമ്മ്യൂണിസത്തിന്റെ നമ്പർ 1 ശത്രു, അതായത് അമേരിക്കയിൽ കാലുകുത്തണമെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ആണ് എന്ന സത്യവാങ്മൂലം കൊടുക്കണം. മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ ഒരു സൗകര്യം ഉപയോഗിച്ചൊക്കെ അദ്ദേഹത്തിന് പോകാമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നവരൊക്കെ വിസയ്ക്കുള്ള അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന് രേഖപ്പെടുത്തണമല്ലോ. അപ്പോൾ തന്റെ കൂടെയുള്ള തന്റെ ഭാര്യ അടക്കം, തന്റെ സെക്രട്ടറി അടക്കം, തന്റെ ഉദ്യോഗസ്ഥന്മാരടക്കം ആരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ആവർത്തിച്ച് എഴുതി കൊടുത്ത് ഈ വിസ വാങ്ങിച്ച് ആ കൂടെ താനൊരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള പഴുത് ഉപയോഗിച്ച് അമേരിക്കയിൽ പോകുന്നതിന്റെ പിന്നിൽ കമ്മ്യൂണിസത്തിന് നിരക്കാത്തതും ആദർശത്തിന് നിരക്കാത്തതും ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ അമേരിക്ക ബന്ധം മുറിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ മുതലാളിത്ത രാജ്യത്തെ തള്ളിപ്പറയാത്തത്? ഈ ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി നൽകിയേ പറ്റൂ.